അസ്സലാമു അലൈക്കും മുത്തുമണികളെ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മളെ ചാനലൊരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം 14 ദിവസം അല്ല 7 ദിവസം 14 ദിവസം 90 ദിവസം എന്നാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഈ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോസ് ഇടുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ വന്നത് അതിനൊന്നുമില്ല. പഴയ ചാനൽ പോകുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ദിവസം ഞാൻ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ നെജിലാൻ്റെ ഗർഭകാലഘട്ടം ഞാൻ കളിയാക്കല്ല കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ ഓൾക്കത് ഈ പറഞ്ഞ മാതിരി അവളുടേതായ മാനസികാവസ്ഥക്ക് അവൾക്ക് അങ്ങനെയായിരിക്കാം പറയാൻ തോന്നുന്നത്. എൻ്റെ ഗർഭകാലഘട്ടത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സംരക്ഷിക്കാൻ ആളുമില്ല, എന്നെ പരിഗണിക്കാൻ ആളില്ല, എൻ്റെ ഭർത്താവ് അങ്ങനെ പോയി ഇങ്ങനെ പോയി, അത് ചെയ്തു ഇത് ചെയ്തു, ചവിട്ടി കുത്തി, ഇതൊക്കെ പറയുന്ന പൊന്നു മോളെ നെജില, നിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയും ഞാനുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു വിഷയങ്ങളും ഞാൻ ഒരു ലൈവിലും ഞാൻ പറയൂല, വീഡിയോസിലും ഞാൻ പറയില്ല. അതെ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ, അത് നീയെന്ന് മാത്രമല്ല, നെജില എന്ന് മാത്രമല്ല, ആര് തന്നെ എന്നെ വിശ്വസിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്നോലൂടെ മാത്രമേ, അതായത് സ്നേഹത്തോടെ കേട്ടോ. കാരണം സ്നേഹത്തോടെ നമ്മളൊരു കൂടപ്പുറപ്പുന്നോ ഒരു താത്താന്നൊക്കെ ഉള്ള പരിഗണന വെച്ചുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല. അതിന് പറയുക, നമ്മളത് വിശ്വസിച്ച് ഇപ്പോൾ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളോട് ഫോൺ ചെയ്തായിക്കോട്ടെ, ഒരാളൊരു കാര്യം നമ്മളെ വിശ്വസിച്ച് താത്ത പറയല്ലേ എന്ന് പറഞ്ഞ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് കേട്ടു സത്യനിഷേധിയാണ് അവർ എന്ന് പറയേണ്ടത്. പക്ഷെ സത്യനിഷേധിയല്ല. നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുടെ കാര്യങ്ങൾ, നമ്മളെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ അത് പറഞ്ഞ് മറ്റൊരാളെ ചെവിയിൽ അത് എത്താൻ വന്നാൽ, അതുമൂലം അവർ വേദനിക്കേണ്ടി വന്നാൽ വഞ്ചനയാണത്. ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം നമ്മളെ വിശ്വസിച്ച ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരോട് പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്, അല്ലെങ്കിൽ പറയാം, കുഴപ്പമില്ല. അപ്പോൾ ആ വഴിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നെജിലയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ മാത്രമല്ല, എൻ്റെ കാക്കും നെജിലാക്ക് ഞങ്ങൾ ഉപദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചിലവർ പറയുന്നുണ്ട് നെജിലാനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടാണ്, നെജിലാനെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. ഞാൻ ഒരിക്കലും നെജിലാനെ വെള്ള പൂശില്ല. നെജില ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും ഞാൻ അതിനെ മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചിടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഓരോരോ മനുഷ്യന്മാരും ഓരോരോ വ്യക്തിപരമല്ലേ, ഓരോരുത്തർക്കും ഓരോരോ വ്യക്തിത്വമല്ലേ. അപ്പോൾ എനിക്കത് പറയാൻ തോന്നില്ല. ഇപ്പം ഞാൻ ഇതൊന്നല്ല ഇവിടെ പറയാമെന്ന് ഗർഭകാലഘട്ടമാണ്. അപ്പോൾ പൊന്നു മോളെ നെജില, നീ ഗർഭകാലഘട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ മോളെ. നിന്നെ എല്ലാവരും ഇട്ട് കളിയാക്കുകയാണ്. നിനക്കത് മനസ്സിലാകുന്നില്ലേ? ഇനിയെങ്കിലും നിൻ്റെ ഈ പരിഹാസപാത്രമാകുന്നത് നിനക്കൊന്ന് നിന്നുകൂടെ? ഇതിന് മുമ്പേ ഞാൻ നിന്നോട്, നിൻ്റെ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ നിന്നോട് എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ, ആ വഴിക്ക് നീങ്ങല്ലേ, ഈ വഴിക്ക് നീങ്ങല്ലേ, ഇങ്ങനെ നീ ചെയ്യേ, നിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് നീ കേൾക്ക്, നിൻ്റെ മഹല്ല് നീ എന്നും വേണം, നിനക്ക് നിൻ്റെ നാട്ടുകാരെന്നും വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ജീവിച്ചു പോ. കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിലും കൂടി നമുക്ക് പുറത്തിറങ്ങി മറ്റുള്ളവരെ പരിഹാസപാത്രമാകാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. പട്ടിണി കടന്നാലും നമ്മളെ വയറ്റിൻ്റെ അടുത്തുള്ളിൽ വന്നിട്ട് ആരും ചോദിക്കില്ല നീ ആഹാരം കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. നേരെ മറിച്ച് ഡ്രസ്സില്ലെങ്കിൽ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് ഡ്രസ്സില്ലേന്ന്. അതാരെങ്കിലുമായിട്ട് നമുക്ക് തരുകയും ചെയ്യും. പക്ഷെ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ നീ തിന്നോ തിന്നില്ലേ എന്നുള്ള കാര്യം ആരും അറിയില്ല. നീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി, കല്യാണം കഴിയാതെ തന്നെ പോയി, അവിടെ പോയി കല്യാണം കഴിഞ്ഞ് ദിവസം 2000 രൂപ വെച്ച് നീ ചിലവാക്കി. ഇതെല്ലാ കണക്കുകളും നീ പറയുന്നുണ്ട്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി?
ചിന്തിച്ചോ നീ ആർക്ക് വേണ്ടിയെന്ന്? നിന്നോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതെല്ലാം നീ എതിലൂടെയാണ് അപ്പോൾ കേട്ടത്? എതിലൂടെയാണ് കേട്ടത് നീ ഇങ്ങനെ ഒരു വീഡിയോ? കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന നേരിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നെജിലാനെ ഞാൻ വെളുപ്പിക്കുകയാണ്, നെജിലാനെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ നെജിലാനെ എന്നല്ല, അള്ളാൻ്റെ ദുനിയാവിൽ ആര് തന്നെ ആയാലും, അതെൻ്റെ കൂടപ്പിറപ്പായാലും ശരി, എൻ്റെ കൂടപ്പിറപ്പുകളുടെ മക്കളാണെങ്കിലും ശരി, ആര് തന്നെ തെറ്റ് ചെയ്തെങ്കിൽ അത് തെറ്റ് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ അത് പറയാൻ ഒരു കാരണം കൂടി നമുക്ക് വേണം. ഇവിടെ ഞാനത് വിളിച്ച് പറയാതിരിക്കണമെങ്കിൽ നേരിട്ട് ഞാൻ പറയും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത് വന്ന് ഞാൻ പറയാതിരിക്കണമെങ്കിൽ ആ 3 കുഞ്ഞു മക്കളെ ഓർത്തിട്ടാണ്. കാരണം എന്താ വെച്ചെങ്കിൽ അവറ്റങ്ങൾ ജീവിക്കണം. അപ്പോൾ അതെല്ലാം മറുപടി ആ മക്കൾക്ക് വേണ്ടി മറ്റുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന സഹായത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇത് രാവിലെ വരുന്നുണ്ടെങ്കിൽ അത് ഉച്ച കഴിഞ്ഞും വരും. ഞാൻ പറയാതിരിക്കുമോ, ഞാൻ പ്രതികരിക്കാതിരിക്കുമല്ല. പക്ഷെ ഞാൻ കൊത്തി വലിക്കാൻ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെയും കൊത്തി വലിക്കാൻ ഞാനില്ല. കാരണം എൻ്റെ വ്യക്തിപരമായി എന്നെ മാനസികമായി വേദനിപ്പിക്കാത്തവരെ ഞാൻ എന്തിനു വേദനിപ്പിക്കണം? ഒരു പക്ഷേ എന്നെ എന്തെങ്കിലുമൊക്കെ കൊത്തി വലിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസികമായി എനിക്ക് വേദന തോന്നിക്കുന്ന വല്ലതും എന്നെ പറഞ്ഞിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും പ്രതികരിക്കും. മനുഷ്യന്മാരല്ലേ, നമ്മളെല്ലാവരും പ്രതികരിച്ചു പോകും. പക്ഷെ അതെന്നെ പറയാത്തോടത്തോളം കാലം ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാന്ന് വെച്ചെങ്കിൽ നമ്മളെന്തിനാണ് വേലിയെ കിടക്കണ പാമ്പിനെ എടുത്ത് തോളിലിടുന്നത്? അതിൻ്റെ ആവശ്യമാണ്. നമ്മൾ പോണ വാക്കിൽ നമുക്കങ്ങ് പോയാൽ പോരാ. കഴിയുന്നതും നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, അത് നേരിട്ട് കൊടുക്കുക, അല്ലാത്തതിലൂടെ കൊടുക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വരുന്നതിന് ഒരു ഉദ്ദേശങ്ങളുണ്ടാകും. പലർക്കും പല ഉദ്ദേശങ്ങളായിരിക്കാം. പക്ഷേ എൻ്റെ ഉദ്ദേശം അതാണ്, ആരെയും കുത്തിവലിക്കാനല്ല. അപ്പോൾ പൊന്നു മോളെ നെജില, എൻ്റെ ഗർഭകാലഘട്ടത്തിൽ എനിക്കാരുമില്ല, എന്നെ ആരും സഹായിച്ചില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നില്ല, ഇതൊന്നും നീ പറയാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നിനക്ക് ഇതെല്ലാം അറിയാം. 3 ഭർത്താക്കന്മാർ നിൻ്റെ മദ്യപാനം മൂലമാണ് നീ ഉപേക്ഷിച്ചത്. ഒരെണ്ണത്തെ നീ ഉപേക്ഷിച്ചു എന്ന് പറയണു, ഒരുത്തം കള്ളു കുടിച്ചുകൊണ്ട് അവൻ തന്നെ ഉപേക്ഷിച്ചു എന്ന് പറയണു, മറ്റൊരുത്തം മരിച്ചുപോയി. ഇതെല്ലാം നീ സോഷ്യൽ മീഡിയയിൽ നീ തന്നെ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. നീ തന്നെയാണ് നിനക്കുള്ള കുഴികൾ ഓരോന്നും തോണ്ടി വെക്കുന്നത് എന്നുള്ളത് നീയെങ്കിലും ഇനി ആലോചിക്കുക. അല്ലാത്ത കണ്ടൻറ്റ് തന്നെ നിനക്ക് ഇഷ്ടം പോലെ, നിൻ്റെയും നിൻ്റെ മക്കളുടെയും കണ്ടൻറ്റ് തന്നെ നിനക്ക് ഇഷ്ടം പോലെ ഇടാനുണ്ട്. അതിൻ്റെ പുറത്ത് നീ അവരത് ചെയ്തു ഇവനിത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന അവനെന്നാ ഇതുകൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് നിൻ്റെ അടുത്ത് കൊണ്ടുവന്നതല്ല. നീയായിട്ട് തിരഞ്ഞെടുത്താൽ വേണ്ട 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 എന്നൊരു 10,000 പ്രാവശ്യം ഓരോരുത്തരും നിന്നോട് പറഞ്ഞിട്ടും അതനുസരിക്കാതെ നീ പോയി എല്ലാം ചെയ്ത് വന്നിരുന്നിട്ട് ഇപ്പോൾ എൻ്റെ ഗർഭകാലഘട്ടം എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലിരുന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ. നിന്നെ പരിഹസിക്കുകയുള്ളൂ ജനങ്ങൾ. കാരണം എന്താ, ചെയ്യാൻ പാടില്ലാത്തതാണ് നീ ചെയ്തത്. നീ ചെയ്തത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് പോകുന്നതിന് മുമ്പ് തന്നെ നീ പോകുന്നത് എനിക്കറിയില്ല. നീ വേറെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നത് മാതിരി ഞാൻ പോകുകയാണെന്നൊരു വാക്ക് നീ എന്നോടത്തൊന്നും പറഞ്ഞിട്ടില്ല, വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നിനക്ക് തോന്നി നീ പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിലും ചില കാര്യങ്ങൾ നീ മൂടി വെച്ചിരുന്നു. അതായത് നിനക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ നീ പറഞ്ഞ് ചില കാര്യങ്ങൾ നീ മൂടി വെച്ചു. അത് കുഴപ്പമില്ല, കാരണം അത് മനുഷ്യൻ ഉണ്ടാവും. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ മറ്റുള്ളവരോട് പറയാൻ തോന്നാത്ത കാര്യങ്ങൾ ഞാൻ പറയൂല. അതേമാതിരി തന്നെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു മര്യാദയുണ്ട്. ആ മര്യാദ അനുസരിച്ച് നമ്മൾ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഇന്ന് മറ്റേ റിയാക്ഷൻ വീഡിയോസുകാരും മറ്റുള്ളവരും എല്ലാവരും എടുത്ത് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് അടുത്ത വീഡിയോസിൽ ഞാനത് പറയാം. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിനക്ക്. എനിക്ക് നിന്നോടൊരു വൈരാഗ്യമോ ഒന്നുമില്ല. കാരണം നീയും ഞാനുമായിട്ട് ഇതുവരയ്ക്കും ഒരു വേദനിപ്പിക്കുന്ന വാക്ക് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ വേദനിപ്പിക്കാത്തവരെ ഞാൻ എന്തിനു വേദനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ചെയ്യൂല. ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒരാൾക്കൊരു എതിരായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യൂല. എനിക്കത് ചെയ്യാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് വന്ന് ഈ പറയണമാതിരി തന്നെ സ്ക്രീൻഷോട്ടുകൾ ഇട്ട് വന്നിട്ടുണ്ട്. വേറെ
നമ്പറുകൾ ഇട്ട് തന്നിട്ടുണ്ട്, ചാറ്റുകൾ ഇട്ട് തന്നിട്ടുണ്ട്, എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറയും, പൊന്നുമക്കളെ എനിക്ക് വയ്യ, ഞാനിത് ചെയ്യൂല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ തന്നെയാണ് പറയുന്നത്. കാരണം എനിക്ക് ഇതിന് മുമ്പേ അതുപോലെ പല സ്ക്രീൻഷോട്ടുകളും കൊണ്ടുവന്ന് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തന്നിട്ട് ഇതൊന്ന് റിയാക്ഷനായിട്ട് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട്. അവർക്ക് ആരെയാണോ ഇഷ്ടം അവരെ കൊണ്ട് ചെയ്യട്ടെ. അപ്പോൾ 10 മിനിറ്റായി. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പറയാം. നെജിലാക്ക് എന്നോടൊന്നും തോന്നണ്ട. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ നെജിലാനെ വെളുപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുകയാണെന്ന് പറയുന്ന മനുഷ്യന്മാരൊന്ന് കണ്ടാൽ മതി. ഞാൻ ആരും വെളുപ്പിക്കുന്നില്ല. എനിക്ക് നെജിലാനെ വെളുപ്പിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്കത് ഉറപ്പാണ്. നെജില തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെജിലാനെ മാത്രം ബാധിക്കുന്ന പ്രശ്നം. നെജിലാൻ്റെ തെറ്റ് ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യവുമില്ല. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കുടുംബമുണ്ട്, ആങ്ങളമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ പറയുന്നതനുസരിച്ചാൽ നെജിലാക്ക് കൊള്ളാം. അനുസരിച്ചില്ലെങ്കിൽ ആരായാലും നല്ലത് പറയുന്നത് നെജിലാൻ്റെ ഉമ്മയോ വാപ്പയോ നാട്ടുകാരോ നോക്കേണ്ട കാര്യമല്ല. നെജില ചിന്തിക്കുക. നെജിലാക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതിനാണോ കെട്ടതിനാണോ എന്ന് ഒരു വട്ടത്തിന് 10,000 പ്രാവശ്യം ചിന്തിക്കുക. എന്നിട്ട് പ്രവർത്തിച്ചാൽ ഇത്തരം ചതികളിലൂടെ പോയി വീഴേണ്ട ആവശ്യം വരില്ല. അതല്ല എടുത്തുചാട്ടമാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും പലതിലും പെട്ടേക്കാം. സോഷ്യൽ മീഡിയയിൽ ഇനിയും നാണം കെട്ടേക്കാം. അപ്പോൾ അടുത്ത വീഡിയോസുമായി വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.